നിങ്ങൾ ഒച്ച വെള്ളത്തിൽ നീന്തുന്ന കണ്ടിട്ടുണ്ടോ? ഇതാ കാണ്, ഇങ്ങനെ മലന്ന് കിടന്ന് മീനുകൾക്കിടയിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കാൻ എന്താ രസം. ഇന്ന് നമുക്ക് കുറച്ച് ബ്ലഡ് വോമിനെ പിടിച്ച് നമ്മുടെ ഗപ്പികൾക്ക് കൊടുത്താലോ? നിങ്ങൾക്കറിയാലോ, നമ്മൾ കാശ് കൊടുത്തൊന്നും ബ്ലഡ് വോമിനെ വാങ്ങാറില്ല. ഇങ്ങനെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചാൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് വോം വന്നോളൂ. ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈസിന്റെ ലാർവയാണ് അവര്. ഇവന്മാര് കൂത്താടികളെ പോലല്ല, വെള്ളത്തിന്റെ അടിയിൽ ഒരു ചെറിയ കൂടുണ്ടാക്കി അതിന്റെ അകത്ത് ഒളിച്ചിരിക്കും. നമ്മൾ ആ കൂട് മാന്തി പൊളിച്ചെടുത്ത് ഇവന്മാരെ വെളിയിലെടുക്കണം. ഇനി നമുക്ക് അവന്മാരെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇവന്മാര് മൊയിനേക്കാളും ഹൈ ലെവല് പ്രോട്ടീൻ ലൈഫ് ഫുഡാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെയൊക്കെ തട്ടിക്കോളും. നമ്മുടെ നാട്ടിൽ ആരും അങ്ങനെ ബ്ലഡ് വോമിനെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പാത്രത്തിൽ ചുമ്മാ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മുടെ അയ്യത്തും പറമ്പിലൊക്കെ കൊണ്ടുവച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫ്ലൈ വന്ന് മുട്ടയിട്ടോളും. നമുക്കത് മാന്തി പൊളിച്ച് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഗപ്പികൾക്ക് കൊടുത്തുക? അങ്ങനെ കൊടുക്കുന്നത് ഓക്കെയാണോ? നമുക്കൊന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയാലോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ?